ഓ, പാമ്പ് പോലെ കിടന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് മെഷീൻ അടിച്ചില്ലേ, ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പിള്ളേർക്ക് റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ ഇന്ന് പണിക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് വേണം. ഞാനത് നിർത്താൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വലതേ ഇപ്പം കടിച്ച് കീറിക്കളഞ്ഞു. ഇതുണ്ട, ഈ ഹോളിക്കേട് പോകാൻ പുറത്ത് കിടക്കുമായിരുന്നു, ഊരി വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ എടുത്തു. അതെല്ലാം എൻ്റെ വീട്ടിൽ ചെന്നിട്ട് കാണാവേ. ഞാൻ ഇന്നലെ വന്നിട്ട് വെറും കൈയോടെ പോയത്. അപ്പം മുതലൊരു സങ്കടം ഉണ്ടായിരുന്നു. ഇന്നലെ വന്നിട്ട് ഭയങ്കര സങ്കടത്തോടെ പോയി, കാരണം മീൻ കിട്ടിയില്ല വൈകുന്നേരം. ഇന്ന് രാവിലെ ആകുമ്പോൾ നല്ല ഹാപ്പിയായി. അപ്പോൾ ഈ ഷാഡ് ഒന്ന് ഞാൻ എൻ്റെ കമൻറ്റിനകത്ത് ഇട്ടിരിക്കുക. അപ്പോൾ എൻ്റെ ചങ്ങന്മാർ മേടിക്കാൻ നോക്കുക. വരാനുള്ള അടിപൊളി സാധനമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള യാത്രയാണ്. പിള്ളേർ പരീക്ഷയാണ്, 10ാം ക്ലാസ്സിലെ പോകുമ്പോൾ പഠിക്കുന്നത്. പിള്ളേർ പോകാൻ ചാൻസ് ഉണ്ട്, എന്നാലും ഈ വീട്ടിലെത്തിക്കാം. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയേ. അപ്പോൾ പരീക്ഷയല്ലേ, നോക്കി നിൽക്കുവാണ്. ക്യാമറ ഓണാന്ന് ഓർത്തിരുത്താം, പക്ഷെ ഓണല്ല, ഓഫായിപ്പോയി. അപ്പം നമുക്ക് കിട്ടിയ സാധനം ഇതാണ്. ഇതെൻ്റെ കുഞ്ഞ്, അവിടെ എൻ്റെ പൊണ്ടാട്ടി, അതെൻ്റെ ചേച്ചിയുടെ മോള്. നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയുള്ള സാധനമാണ്. അപ്പോൾ എൻ്റെ വലയെല്ലാം പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഈ വല ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് വൈകുന്നേരം ഒരു വലം കൂടെ മേടിക്കണം. അപ്പോൾ ഫിഷിങ്ങിന് എപ്പോഴും ഞാൻ ഒരു കത്തി കൊണ്ടു നടക്കും, നല്ല സേഫ്റ്റിയാണ്. ഇപ്പോഴത്തെ അത് മീൻ മുറിച്ചതാണ്. ഫോൺ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ഡിലീറ്റ് ആയിപ്പോയതാണ്. എന്നാൽ ഇതാണ് നമ്മുടെ മുസ്സി പിള്ളേർക്കുള്ള മുഷി. നമുക്കൊരു ക്യാൻ കിട്ടി, അല്ലെങ്കിൽ മുഷീനെ അങ്ങ് കിട്ടും. മുഷീനെയും വരാനെല്ലാം കൂടെ അങ്ങ് കിട്ടും. അപ്പം നമ്മുടെ ഓണർ തന്നതാണേ, മീൻ ഇടാൻ വേണ്ടി മാത്രം. അപ്പോൾ മുഷി അതിനകത്ത് കിടക്കും. സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് നേരത്തെ കാണാൻ വീഡിയോ എടുക്കാൻ പറ്റാതെ. ഓക്കെ.